Okay, good afternoon to all. Okay, so today I will discuss about that is module composites. Okay, composites. First of all, what is that composite? എന്താണ് ഒരു കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പലരും കേട്ടിട്ടുണ്ടാവും കോമ്പോസിറ്റ് എന്നുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഈ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ ഒരു കോമ്പോസിറ്റ്? ഒരു എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ നമ്മൾ ചിലപ്പോ പറയണ്ടാവും അല്ലെ? ചിലപ്പോ നമുക്ക് രണ്ട് തരത്തില് നല്ല പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. ആ മെറ്റീരിയൽസിനാണ് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. ആ ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു പുതിയൊരു അടുത്തൊരു ഇതുണ്ടാക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ജനറലി അല്ലെ. അപ്പൊ കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് എന്താണ്? കൺസിസ്റ്റ് ഓഫ് ഓൺലി ടു ഫേസസ്. ചിലപ്പോൾ രണ്ട് ഫേസസ് ആണ് ഉണ്ടായിരിക്കാം. അപ്പം അതിനകത്ത് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കൊരു കോൺക്രീറ്റ്, നമ്മളിപ്പോ ഇലക്ട്രിക്കൽ സിവിൽ സ്റ്റുഡൻസ് ആയിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കോൺക്രീറ്റ് അല്ലെ. കോൺക്രീറ്റിനകത്ത് എന്താ ഉള്ളത്? നമ്മൾ ബേസിക്കലി രണ്ട് എന്താണ് ഓൺലി ടു ഫേസസ് എന്നാണ് പറയുന്നത്, രണ്ട് ഫേസ്. ചിലപ്പോൾ എന്തൊക്കെ വരുന്നുണ്ടാവും? ചിലപ്പോൾ മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക, മെറ്റലും ചിലപ്പോൾ സിമെന്റും ആവും ഉണ്ടാവുക അല്ലെ. ചിലപ്പോൾ മെറ്റലും ചിലപ്പോൾ നമുക്ക് സാൻഡ് ആണ്, എങ്ങനെയാണോ ഡിപ്പെൻസ് ആണ്. അല്ലെങ്കിൽ സിമെന്റും അല്ലെങ്കിൽ നമുക്ക് സാൻഡും സിമെന്റും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു കോമ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്താണ് മെട്രിക്സ്, എന്താണ് റീഇൻഫോഴ്സിങ്, എന്താണ് മെട്രിക്സ്, എന്താണ് റീഇൻഫോഴ്സിങ്. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? മെട്രിക്സ് ഒരു ഫേസ് ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് ആ ഒരു കോമ്പോസിറ്റിനകത്ത് ലാർജ് എമൗണ്ട് ക്വാണ്ടിറ്റി വരുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് ഫേസ് എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ക്വാണ്ടിറ്റി വരുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെട്രിക്സ് ഫേസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പം കമ്പാരിറ്റീവ്ലി കണ്ടിന്യൂറ്റി നമ്മൾ അതിനെ സറൗണ്ടിങ് നമ്മൾ മെട്രിക്സിന്റെ സറൗണ്ട് ചെയ്ത് വരുന്ന അടുത്ത എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റീഇൻഫോഴ്സിങ് ഫേസ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റീഇൻഫോഴ്സിങ് ഫേസ് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവല്ലോ ഇത് എന്താന്നുള്ളത്. ഇനി കോമ്പോസിറ്റ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ഫസ്റ്റ് വൺ വരുന്നതാണ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ്. എന്താ വരുന്നത്? പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ്. അതിനെ ഇറ്റ് ക്യാൻ ബി അഗെയിൻ ഫർദർലി ക്ലാസിഫൈഡ് ഇൻ ടു എന്താ വരുന്നുണ്ടാവുക? അതിനകത്ത് തന്നെ ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പേർഷൻ സ്ട്രെങ്തൻ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്. മനസ്സിലായല്ലോ? പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. എന്തൊക്കെയാണ്? ലാർജ് പാർട്ടിക്കിൾ ഉണ്ട്, ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് എന്താണ്? പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. നമുക്കിനി അടുത്ത് നോക്കാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ്. എന്താ വരുന്നത്? ഫൈബർ റീഇൻഫോഴ്സ്ഡിനെ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു. എന്തൊക്കെ വരുന്നുണ്ടാവുക? ഒന്ന് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അലൈൻഡ് എന്ന് പറയും. ഒന്നിനെ നമ്മൾ പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് അല്ലെങ്കിൽ അലൈൻഡ് എന്ന് പറയും. സെക്കൻഡ് വൺ നമുക്ക് വരുന്നതാണ് ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഷോർട്ട്. മനസ്സിലായല്ലോ? ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഷോർട്ട്. ഈ ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഷോർട്ടിനെ നമ്മൾ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു. എന്താണെന്നറിയോ? ഒന്ന് അലൈൻഡ് ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? റാൻഡം ആണ്. ഒന്ന് അതിനകത്ത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? ഒന്ന് അലൈൻഡ് ആണ്, സെക്കൻഡ് വൺ എന്താണ്? റാൻഡം ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഓർത്ത് വെക്കുക, പേരുകൾ തെറ്റിക്കരുത് കേട്ടല്ലോ. ഇനി അടുത്തത് അഗെയിൻ നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് വൺ, ഇതിന് തന്നെ ലാസ്റ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് സ്ട്രക്ചറൽ. ഇതിന് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് സ്ട്രക്ചറൽ. ഇതിനെ നമ്മൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ലാമിനേറ്റ്സ് ഉണ്ട്, സെക്കൻഡ് വൺ വരുന്നതാണ് സാൻഡ്വിച്ച് പാനൽസ് ഉണ്ട്. ലാമിനേറ്റ് പാനൽസ് ഉണ്ട്, രണ്ടാമത്തെ ലാമിനേറ്റ്സ് ഉണ്ട്, സെക്കൻഡ് വൺ വരുന്നതാണ് സാൻഡ്വിച്ച് പാനൽസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന് ഫർദർലി ഇൻ ഡെപ്തിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്ന ഉള്ളൂ. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെട്രിക്സ് നമുക്കറിയാലോ. മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം. നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി മെട്രിക്സ് നമ്മളോട് പഠിച്ചല്ലോ. എന്താണ് മെട്രിക്സ്? വൺ ഓഫ് ദീസ് ഈസ് കോൾഡ് മെട്രിക്സ്. ഒരെണ്ണം തന്നെയാണ് നമ്മൾ മെട്രിക്സ് വൈസ് പറഞ്ഞിരിക്കുക. വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെട്രിക്സ് സ്പേസ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ അത് അടുത്ത് പറയേണ്ടത് ഈസ് കണ്ടിന്യൂസ് ആൻഡ് സറൗണ്ട്സ് അതർ വൺ ഈസ് ഓൾസോ എന്താണ്? ഡിസ്പേഴ്സ്ഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സിങ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് ലാർജ് എമൗണ്ട് വരുന്നതാണ് നമ്മൾ എന്ത് പറയാ? മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഈ മെട്രിക്സ് എന്നുള്ളത്, മെട്രിക്സ് ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ എന്താണ്? ഹാർഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഹാർഡ് പാർട്ടിക്കിൾ. അല്ലെങ്കിൽ മെട്രിക്സ് ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ എന്താണ്? ഹാർഡ് പാർട്ടിക്കിൾ.
അപ്പൊ നമുക്ക് ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റികളുടെ സാധനമാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മൾ മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞു. അതിന് ചുറ്റും എന്തുണ്ട്, ഹാർഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി എന്താണ്, ഇനി അടുത്ത് നോക്കാം. ദ മെട്രിക്സ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഷെയർ ദ ലോഡ്. ഇനി എന്താ വരുന്നത്, ഈ കോമ്പോസിറ്റ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് ആണെങ്കിൽ അവിടെ എന്താ വരുന്നത്, നമുക്ക് മെട്രിക് സ്പേസും റീഇൻഫോഴ്സ്ഡ് ഫേസും രണ്ടും എന്താണ്, ഈക്വലി ഷെയർ ചെയ്യുവാണ് എന്തിനെ, ലോഡിനെ. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്തൊക്കെയാ വരുന്നുണ്ടാവുക, ഒന്ന് എക്സാമ്പിൾസ് വരുന്നതാണ്, ഒന്ന് വരുന്നതാണ് സിമെന്റഡ് കാർബൈഡ്. ഫസ്റ്റ് വൺ വരുന്നതാണ് സിമെന്റഡ് കാർബൈഡ്. സെക്കൻഡ് വൺ വരുന്നതാണ് ടങ്സ്റ്റൺ റീഇൻഫോഴ്സ്ഡ് കോപ്പർ. ടങ്സ്റ്റൺ റീഇൻഫോഴ്സ്ഡ് കോപ്പർ. തേർഡ് വൺ നമുക്ക് വരുന്നതാണ് കോൺക്രീറ്റ്. ആൻഡ് ഫോർത്ത് വൺ വരുന്നതാണ് സെർമിക്സ്. നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അതിനകത്ത് ഇറ്റ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു എന്താണ്, ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സ്. എന്താ വരുന്നുണ്ടാവുക, ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സ്. നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് സെർമെറ്റ്. ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സിനകത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് സെർമെറ്റ്സ്. എന്താണ് ഈ സെർമെറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സ് ആർ യൂസ്ഡ് വിത്ത് all three material types. Large particle composites are used with എന്താണ്, all three material types. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മെറ്റൽസോ പോളിമേഴ്സോ അല്ലെങ്കിൽ സെറാമിക്സോ എടുത്തു കഴിഞ്ഞാൽ, എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞത്, മെറ്റൽസ് ആവാം, പോളിമേഴ്സ് ആവാം, സെറാമിക്സ് ആവാം. ഇത് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സ് ആർ യൂസ്ഡ് വിത്ത് ഓൾ ത്രീ മെറ്റീരിയൽ ടൈപ്സ്. ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സ് ഈ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസിലും വരുന്നുണ്ട്. അതിലേക്ക് വരുന്നത് മെറ്റൽസിലുണ്ട്, പോളിമേഴ്സിലുണ്ട്, സെറാമിക്സിലുണ്ട്. ഓക്കെ, അതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, സെർമെറ്റ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എന്താണ്, സെറാമിക് മെറ്റൽ കോമ്പോസിറ്റ്സ്. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എന്താണ്, ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ് ആണ്. ഇനി എന്താ നോക്കാം. സാധാരണ നമുക്ക് എന്താണ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ, വിച്ച് ഈസ് കോമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാ വരുന്നുണ്ടാവും, ഒന്ന് സിമെന്റ് ആണ്. ഫസ്റ്റ് വരുന്ന എന്താണ്, സിമെന്റ് ആണ്. അപ്പൊ സിമെന്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് ഉണ്ടാവുക അല്ലെ. നമ്മൾ അതിന്റെ റേഷ്യോ കണക്കൊക്കെ പറയും അല്ലെ. അപ്പൊ സിമെന്റ് ആണ് വരുന്നത്. അപ്പൊ സിമെന്റ് നമ്മൾ എന്ത് പറയും, അതാണ് മെട്രിക് സ്പേസ്. സിമെന്റ് ആണ് എന്നുള്ളത് മെട്രിക് സ്പേസ്. ഇനി അടുത്ത വരുന്നത് എന്താണ്, സാൻഡോ ഗ്രാവലോ വരുന്നുണ്ടാവും. സാൻഡും വരുന്നുണ്ടാവും, ഗ്രാവലും വരുന്നുണ്ടാവും. ഇതെന്താണ്, പർട്ടിക്കുലേറ്റ്സ് ആണ്. ഇതൊക്കെ എന്താണ്, പർട്ടിക്കുലേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ്, നമുക്ക് സാധാരണ കാണുന്ന കോമൺ ആയിട്ട് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് എ കോമൺ ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ് ഇൻ വിച്ച് എന്താണ്, ബോത്ത് എന്തെന്നെ വരുന്നുണ്ടാവുക, മെട്രിക്സ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസസ് ആർ സെറാമിക് മെറ്റീരിയൽസ്. നമ്മൾ കോൺക്രീറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് രണ്ട് പാർട്ടിക്കിൾസും രണ്ട് മെറ്റീരിയൽസും എന്താണ്, സെറാമിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, നോക്കാം. അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ്. നമുക്ക് നോക്കാം. നമുക്ക് അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, metals and metal alloys may be strengthened and hardened by എന്താണ്, യൂണിഫോം dispersion of several volume % of fine particles of എന്താണ്, very hard and inert material. നമുക്കറിയാം മെറ്റൽസ് ആവാം അല്ലെങ്കിൽ മെറ്റൽ അലോയ്സ് ആവാം. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ എന്താണ്, അതിന് ചുറ്റും യൂണിഫോം ഡിസ്പേർഷൻ ഓഫ് സെവറൽ വോളിയം % ഓഫ് എന്താണ്, ഫൈൻ പാർട്ടിക്കിൾസ് വിത്ത് എന്താണ്, വെരി ഹാർഡ് ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽ. നമ്മൾ എടുക്കുവാണ് മെറ്റൽസോ മെറ്റൽ അലോയ്സോ നമ്മൾ ഹാർഡൻ ചെയ്യാനോ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിസ്പേർഷൻ എഫക്റ്റിനെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ലാർജ് വോളിയം ഓഫ് ഫൈൻ ആയിട്ടുള്ള ഹാർഡ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്പേർഷൻ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ. ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് മേ ബി എന്താവാം, മെറ്റാലിക് ആവാം, നോൺ മെറ്റാലിക് ആവാം. മെറ്റാലിക് ആവാം അല്ലെങ്കിൽ എന്താവും, നോൺ മെറ്റാലിക് ആവാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താവും, ഓക്സൈഡ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് വരുന്നതാണ് ഹൈ ടെമ്പറേച്ചർ സ്ട്രെങ്ത് ഓഫ് നിക്കൽ അലോയ്സ്. നിക്കൽ അലോയ്സ് എന്നുള്ളത് എന്താണ്, ദാറ്റ് മേ ബി എൻഹാൻസ്ഡ് സിഗ്നിഫിക്കന്റ്ലി ബൈ അഡീഷൻ ഓഫ്, എങ്ങനെ വരുന്നുണ്ടാവുക, നിക്കൽ അലോയ്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ വരുന്നത്, 3% of thoria as finely dispersed particle. This material is known as എന്താണ്, thoria dispersed അല്ലെങ്കിൽ TD nickel. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.